എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റോസ്. മൈ ഹസ്ബൻഡ് ബിജു ജേക്കബ് ആൻഡ് ഐ ആർ എമറൽഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ ഇൻഡസ് വിവ. ഒരു ആയുസ് മുഴുവൻ മഹാനായി ജീവിച്ച് മഹാനായി ഈ ലോകത്തോട് വിട പറഞ്ഞവർ അപൂർവം ചിലർ മാത്രം. അതിൽ ഒരാളായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ദിവസം ഡോക്ടർ കലാം ഒരു സമ്മേളനം അഭിസംബോധന ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. ഐശ്വര്യ റായിയെ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അവിടെ വന്നവരിൽ വെച്ച് ഏറ്റവും അഴകുള്ളത് ഐശ്വര്യ റായിക്കായിരുന്നു. ഡോക്ടർ കലാം നെക്സ്റ്റ് എന്ന് പറഞ്ഞു. വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ചോദ്യത്തിന് ബുദ്ധിപരമായി ഉത്തരം നൽകിയതുകൊണ്ട്. ഉടനെ തന്നെ ഡോക്ടർ കലാം നെക്സ്റ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൂട്ടത്തിൽ എവിടെയോ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ ആ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് നിവർത്തിയില്ലാതെ ഐശ്വര്യ റായിയെ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഡോക്ടർ കലാം ഒരു നിമിഷം ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ തിങ്ക് ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. എന്നിട്ട് ഡോക്ടർ കലാം പറഞ്ഞു, ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us ഷുഡ് ഹാവ് ദിസ് ലെവൽ ഓഫ് കോൺഫിഡൻസ്. ഈ ഒരു ആത്മവിശ്വാസമാണ് നാം ഓരോരുത്തർക്കും വേണ്ടത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നാം ശാരീരികമായും മാനസികമായും വികസിപ്പിക്കേണ്ട ഒന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ശാരീരികമായി ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ ചർമ്മ പരിപാലനയെ പറ്റിയാണ്. ഹൗ ടു ഗെറ്റ് എ ഗ്ലോയിങ് സ്കിൻ. നമ്മളിൽ മിക്കവരും ചിന്തിക്കുന്നത് നമ്മുടെ തൊലി അല്ലെങ്കിൽ ചർമ്മം ഒരു ബാഹ്യ രൂപത്തിന് മാത്രമാണ് എന്നാണ്. സ്കിൻ ഇസ് ഓൺലി ഫോർ ആൻ ഔട്ട്വേർഡ് അപ്പിയറൻസ്. എന്നാൽ നമ്മുടെ ചർമ്മത്തിന് വിവിധ പ്രധാന പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ചർമ്മം. രണ്ട്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. രോഗപ്രതിരോധത്തിന് വളരെയേറെ സഹായിക്കുന്നു നമ്മുടെ ചർമ്മം. ബാക്ടീരിയ, വൈറസ്, അൾട്രാവയലറ്റ് റേസ് പോലുള്ളതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. മൂന്ന്, ചർമ്മം നമ്മുടെ താപനിലയെ നിയന്ത്രിക്കുന്നു. കടുത്ത തണുപ്പിൽ നിന്നും കടുത്ത ചൂടിൽ നിന്നും നമ്മെ കാക്കുന്നു. നാല്, ഇറ്റ് ഇസ് എ സെൻസ് ഓർഗൻ. ചർമ്മം ഒരു ഇന്ദ്രിയ അവയവമാണ്. സ്പർശനം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അഞ്ച്, വിറ്റമിൻ ഡി നമ്മുടെ ദേഹത്ത് ഉണ്ടാവണമെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് പതിയണം. പുതിയ ഗവേഷണം പറയുന്നത് വിറ്റമിൻ ഡിയുടെ കുറവ് കൊറോണ, സാഴ്സ് പോലുള്ള രോഗങ്ങളുടെ ആഘാതം കൂട്ടുമെന്നാണ്. സോ വിറ്റമിൻ ഡി ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ എ ബോഡി. ആറ്, നമ്മുടെ ദേഹത്തിന് ആവശ്യമില്ലാത്തവയെ പുറം തള്ളുന്ന ഒരു അവയവമാണ് നമ്മുടെ ചർമ്മം. ഇറ്റ്സ് എൻ ഓർഗൻ ഫോർ എലിമിനേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. വിയർപ്പ്, കണ്ണുനീര്, യൂറിക് ആസിഡ്, അമോണിയ പോലുള്ളതിനെ ഒഴിവാക്കുന്നു. ഏഴ്, ഇറ്റ് ഇസ് എ ബ്ലഡ് റിസർവോയർ. രക്തസംഭരണിയാണ് നമ്മുടെ ചർമ്മം. അപ്പോ ഇത്രയും മികച്ച ഒരു അവയവത്തെ വളരെ മികച്ച രീതിയിൽ പരിപാലിക്കാൻ പറ്റിയ വളരെ മികച്ച ഒരു ഉൽപ്പന്നമാണ് ഇൻഡസ് വിവയുടെ ഐഗ്ലോ. നമ്മൾ എല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. കോസ്മെറ്റിക്സ്, ഈ കോസ്മെറ്റിക്സ് ഹെർബൽ, ഹൈബ്രിഡ് എന്നെല്ലാം പറഞ്ഞാലും ഇതിലെല്ലാം ഒരുപാട് കെമിക്കൽസ്, അതായത് രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കളെ നമ്മുടെ ചർമ്മം വലിച്ചെടുക്കും. ദിസ് ഇസ് വേർ ന്യൂട്രി കോസ്മെറ്റിക്സ് കംസ് ഇൻ ടു ദ പിക്ചർ. ഐഗ്ലോ എന്ന് പറയുന്നത് ഒരു ന്യൂട്രി കോസ്മെറ്റിക് ആണ്. ന്യൂട്രി കോസ്മെറ്റിക്സ് ആർ നത്തിങ് ബട്ട് ന്യൂട്രീഷ്യൽ സപ്ലിമെന്റ്സ് വിച്ച് സപ്പോർട്ട് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സ്കിൻ. പരമ്പരാഗത ആയുർവേദ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് ഐഗ്ലോ. ഐഗ്ലോയിലുള്ള ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ എന്താന്ന് നോക്കാം. ഒന്ന്, കശ്മീരി കുങ്കുമപ്പൂ. ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ ഒരു സുഗന്ധദ്രവ്യം, സ്പൈസ് ആണ് ഈ കുങ്കുമപ്പൂ. ഈ കുങ്കുമപ്പൂ നമുക്ക് പുതിയൊരു സംഭവമല്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അഴക് കൂട്ടാൻ നമ്മുടെ നാട്ടിലെ ഗർഭിണികൾ ഉപയോഗിക്കുന്നതാണ് ഈ കുങ്കുമപ്പൂ. ഇതിൽ സാഫ്രനോൾ എന്നൊരു എസൻഷ്യൽ ഓയിൽ ഉണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ഈർപ്പത്തെ നിലനിർത്തി എല്ലാവിധ അണുബാധയിൽ നിന്നും നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കും, മുഖകാന്തി കൂട്ടും. രണ്ട്, നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ, ബ്യൂട്ടി പ്രോട്ടീൻ. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീനാണ്. സ്വാഭാവികമായും എല്ലാവരിലും കൊളാജൻ ഉണ്ട്. പക്ഷേ പ്രായം കൂടും തോറും അൾട്രാവയലറ്റ് റേസ്, പൊല്യൂട്ടൻസ് പോലുള്ളതിന്റെ ആഘാതത്താൽ നമ്മുടെ ശരീരത്തിൽ ഇത് കുറയും. അപ്പോൾ നമ്മുടെ ചർമ്മം തളർന്നു പോകും. സ്കിൻ ബിക്കംസ് ലൂസ്. ഈ ഐഗ്ലോ നമ്മുടെ ശരീരത്തിലെ കൊളാജനെ വർദ്ധിപ്പിക്കുന്നു. മൂന്ന്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, മുന്തിരി വിത്ത് സത്ത്. ഇതിൽ റെസ്വെറട്രോൾ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് പ്രധാനമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ദേഹത്തെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് പരിരക്ഷിക്കും. നാല്, കോജിക് ആസിഡ്. ഈ അമ്ലം നമ്മെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് രക്ഷിക്കുന്നു. അഞ്ച്, ലിക്കറിസ് എക്സ്ട്രാക്ട്, ഇരട്ടി മധുര സത്ത്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ സ്കിൻ ലൈറ്റനിങ്, കറുത്ത ചർമ്മത്തെ വെളുപ്പിക്കുന്നു. ആറ്, ല്യൂട്ടിൻ എക്സ്ട്രാക്ട്. ജമന്തി പൂക്കളിൽ നിന്ന് എടുക്കുന്ന സത്താണ് ല്യൂട്ടിൻ എക്സ്ട്രാക്ട്. ഇത് തന്നെയാണ് ജമന്തി പൂക്കൾക്ക് ആ കടുത്ത നിറത്തെ കൊടുക്കുന്നത്. ചർമ്മത്തിലെ ജലാംശത്തെ വർദ്ധിപ്പിച്ച് ഇലാസ്തികതയെ നിലനിർത്തുന്നു, അതായത് മെയിൻറ്റെയിൻസ് ഇലാസ്റ്റിസിറ്റി. 7,
നാച്ചുറൽ കോ എൻസൈം Q10. സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ്, പക്ഷെ പ്രായം കൂടുന്തോറും ഇത് കുറയുന്നു. ഐഗ്ലോയിലുള്ള Q10 കടൽ പാശിയിൽ നിന്ന് എടുത്തതാണ്. ഇത് ചർമ്മത്തിന് ഊർജം നൽകുന്നു. ഇറ്റ് എനർജൈസസ് ദ സ്കിൻ. ഇത്രയും അത്ഭുതകരമായ ചേരുവകകളെ കൊണ്ടുള്ളതാണ് ഈ ഐഗ്ലോ. ഇനി ഐഗ്ലോ ഉൽപാദനത്തിന്റെ പിന്നിലെ പ്രധാന തത്വം എന്താണെന്ന് പറയാം. ലിവർ ഇസ് അവർ ബോഡീസ് ഗാർബേജ് ബിൻ. നമ്മുടെ ശരീരത്തിന്റെ കുപ്പത്തൊട്ടിയാണ് നമ്മുടെ കരൾ. അപ്പോൾ നമ്മുടെ കരൾ ശുദ്ധമായാൽ നമ്മുടെ രക്തം ശുദ്ധമാവും. ഈ ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിൽ ഒഴുകിയാൽ നമ്മുടെ ശരീരവും ചർമ്മവും മിന്നിത്തിളങ്ങും. ഐഗ്ലോന്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. കരൾ വിഷമുക്തമാകും, രക്തം ശുദ്ധീകരിക്കപ്പെടും, ചർമ്മത്തിന്റെ നിറം ഫെയർനെസ് കൂട്ടും, ചുളിവ് ഇല്ലാതാകും, ചർമ്മത്തിന്റെ പ്രായം കുറയും, പാടുകൾ മായും, ചർമ്മം പ്രകാശിക്കും. ഐഗ്ലോ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് പ്രായക്കാർക്കും കഴിക്കാം. ഇത് കഴിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ, ഒരു സാഷെ പാക്കറ്റ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം, ഒരു സാഷെ പാക്കറ്റ് അത്താഴം കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം. ഐഗ്ലോ കഴിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ മാനസികമായും ശാരീരികമായും ആത്മവിശ്വാസത്തോടെ മുന്നേറാം. നിങ്ങളുടെ ചർമ്മവും ജീവിതവും ഒരുപോലെ പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.